ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പായസമാണ്, കടലപ്പായസം. സദ്യക്കെല്ലാം എല്ലാവരും വളരെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന കടലപ്പരിപ്പ് പായസമാണ് ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഓണാശംസകൾ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായി കടലപ്പരിപ്പ് വേവിച്ചെടുക്കാം. ഒരു കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ 250 ഗ്രാം കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് കഴുകി ഊറ്റി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പ് നെയ്യിലിട്ട് വറുത്തെടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. കടലപ്പരിപ്പ് വറുത്തെടുക്കാതെയും വേവിച്ചെടുക്കാം. കടലപ്പരിപ്പ് വറുത്തതിന് ശേഷം വേവിച്ചെടുക്കുമ്പോഴാണ് പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. കടലപ്പരിപ്പ് 2 മിനിറ്റ് നെയ്യിലിട്ട് വറുത്തെടുത്തപ്പോൾ കടലപ്പരിപ്പിൻ്റെ പച്ച ചുവയൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ചൂടാക്കിയ 2.5 കപ്പ് വെള്ളം വറുത്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് 5 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം. അടുത്തതായി ശർക്കര ഉരുക്കിയെടുക്കാം. 600 ഗ്രാം ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര ഉരുക്കിയെടുക്കാം. ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഈ സമയം കടലപ്പരിപ്പ് വേവിക്കാൻ വെച്ചത് വെന്തോ എന്ന് തുറന്ന് നോക്കാം. വിസിലെടുത്ത് മാറ്റി കുക്കർ തുറന്ന് നോക്കാം. കടലപ്പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്ന കടലപ്പരിപ്പ് ഒരു തവി വെച്ച് ഉടച്ചെടുക്കാം. തവി വെച്ച് ഉടച്ചെടുക്കുമ്പോൾ പായസത്തിൽ പരിപ്പ് ഒന്ന് കടിക്കാൻ കിട്ടും. അങ്ങനെ വേണ്ടാത്തവർ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും. ഈ ഒരു രീതിയിൽ പരിപ്പ് ഉടച്ചെടുത്തിട്ടുണ്ട്. പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചുവട് കട്ടിയുള്ള ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. ഉരുളി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഉരുളി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഉരുളിയുടെ എല്ലാ സൈഡിലേക്കും നെയ്യ് ആക്കി കൊടുക്കാം. ഇതിലേക്ക് ഉടച്ചു വച്ചിരിക്കുന്ന പരിപ്പ് ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി ഉരുക്കി വച്ചിരിക്കുന്ന ശർക്കര ഒരു അരിപ്പ് വെച്ച് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ശർക്കരയിൽ എന്തെങ്കിലും മാലിന്യം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ശർക്കര ചേർത്ത് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം. ശർക്കരയും പരിപ്പും നന്നായിട്ട് മിക്സായി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഒന്ന് തിളച്ച് വരുമ്പോൾ 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന ചവ്വരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചവ്വരി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ട് കുറുകി കിട്ടണം. ചവ്വരി ചേർത്തപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഫ്ലെയിം മീഡിയത്തിലിട്ട് തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1 തേങ്ങ തിരികിയ പാലാണ്. ഇതിൽ നിന്നും പിഴിഞ്ഞെടുത്ത 3-ാം പാല് 1.5 കപ്പ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 3-ാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. മൂന്നാം പാൽ ഒഴിച്ചത് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ടാം പാൽ ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. രണ്ടാം പാൽ ഒഴിച്ചത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. 2-ാം പാൽ ഒഴിച്ചത് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തെല്ലാം ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കുക.
ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. രണ്ടാം പാൽ ഒഴിച്ചത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യാം. 3/4 കപ്പ് ഒന്നാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി തിളച്ച പായസത്തിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പായസത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി നല്ല ഫൈനായിട്ട് പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഏലക്കാപ്പൊടി കൂടി ചേർത്തപ്പോൾ പായസത്തിന് നല്ല മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. കടലപ്പായസം ഇരിക്കും തോറും കുറുകി വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കുറുകി വരികയാണെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പായസത്തിലേക്ക് അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും വറുത്തിട്ട് കൊടുക്കാം. ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരിയും ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും തേങ്ങാക്കൊത്തും പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം പായസത്തിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ സൂപ്പർ ടേസ്റ്റിലുള്ള കടലപ്പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കടലപ്പായസം തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.